സർവവല്ലഭനായ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ വൈകിയ വേള നമുക്ക് പതിവ് പോലെ ദൈവവചന പഠനത്തിനായിട്ട് തിരുസന്നിധിയിൽ കൂടി വരുവാൻ ഈ വെർച്വൽ മീറ്റിങ്ങിലൂടെ ദൈവം സഹായിച്ചല്ലോ. നമുക്കൊരുമിച്ച് ഇൻ പേഴ്സണായിട്ട് വ്യക്തിപരമായി ഓഫ്ലൈനായിട്ട് കൂടാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെല്ലാം പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിലുമായിരിക്കുന്നത് കൊണ്ട് അപ്രായോഗികത നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ വെച്ച് കണ്ടുമുട്ടുവാൻ ഒരുക്കുന്ന നല്ല സന്ദർഭങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഭൂമിയിൽ വെച്ച് നമുക്കൊരുമിച്ചൊരു കൂടിക്കാഴ്ച സാധ്യമായില്ലെങ്കിൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവിൽ അതാതിടങ്ങളിൽ നിന്നും രൂപാന്തര ശരീരികളായി കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവം നമുക്കേവർക്കും സഹായം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതകാലം കഴിക്കാം. നമ്മളാരും അവിടെ ഇല്ലാതിരിക്കരുത്. സ്തോത്രം. അതിന് നാം ഒരുങ്ങുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച് ആയിരുന്നത്. ഇനിയും നമുക്കതിൽ പഠിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോ പദങ്ങളെ എടുത്ത് അതിൻ്റെ പല സാധ്യതകളിലേക്ക് ഇനിയും ഇറങ്ങാനായിട്ട് സാധിക്കും. അതിന് ഇനിയും ചിലപ്പോൾ ആഴ്ചകൾ നീണ്ടേക്കാം. അതുകൊണ്ട് അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മൾ അവയിൽ നിന്നും പഠിച്ചു എന്നതുകൊണ്ട് ആ ഭാഗങ്ങൾ അവിടെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഇനിയും കാണേണ്ടതായിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് 9 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നും ഇല്ല. ശരി, നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനുഷ്യനെ കുറിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടിരുന്നു. ഒന്ന്, മാൻ ഇൻ ഗോഡ്സ് ഒറിജിനൽ പ്ലാൻ. ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയിൽ മനുഷ്യൻ എങ്ങനെ, അല്ലെങ്കിൽ ദ പ്രീ ഫോൾ സ്റ്റേറ്റ് ഓഫ് മാൻ ഓർ ദ ആബ്സല്യൂട്ട് പെർഫെക്റ്റ് സ്റ്റേറ്റ് ഇൻ വിച്ച് മാൻ വാസ് മെയ്ഡ്, ക്രിയേറ്റഡ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച പൂർണ്ണതയുടെ അവസ്ഥ, മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പുള്ള മനുഷ്യന്റെ പൂർണ്ണ അവസ്ഥ, ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചത്, ദൈവം അവനെ ആക്കി വെച്ചത് ആയ ഒറിജിനൽ ശരിയായ അവസ്ഥ. ഇതാണ് ഒന്നാമതായി നമ്മൾ കണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് വാട്ട് സിൻ മെയ്ഡ് മാൻ, പാപം മനുഷ്യനെ എന്താക്കി തീർത്തു എന്നുള്ളതായിരുന്നു. ഈ 2 ആശയങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു. ഒന്ന്, ദൈവം അവനെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ നാളിൽ എങ്ങനെ സൃഷ്ടിച്ചാക്കി, എങ്ങനെ അവനായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. രണ്ടാമത്, ദ പോസ്റ്റ് ഫോൾ സ്റ്റേറ്റ് ഓഫ് മാൻ, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള സ്ഥിതി. വാട്ട് സിൻ മെയ്ഡ് ഹിം, പാപം അവനെ എന്താക്കി. അപ്പോൾ ഒന്ന്, ദൈവം അവനെ ആരായി സൃഷ്ടിച്ചു. 2, പാപം അവനെ എന്താക്കി തീർത്തു. ഈ 2 ആശയങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭാഗത്ത് ഇതേ ആശയത്തോടനുബന്ധിച്ച് മൂന്നാമത്തെ ഒരാശയമുണ്ട്.
what Christ remade man. What Christ remade man. Yeah, God remade man in Christ, through Christ. ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ എങ്ങനെ പുനഃസൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്നും കാണുന്നത്. അതിൽ 2 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നായിരുന്നു. മൂന്നാമത്തെ ഭാഗം 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നുമാണ്. സ്തോത്രം. മനുഷ്യന്റെ പതനത്തിന് ശേഷം, അവൻ പാപത്തിൽ നിപതിച്ചതിന് ശേഷം, വീണുപോയതിന് ശേഷം ദൈവം അവനെ എന്ത് ആക്കി, എങ്ങനെ പുനഃസൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. God's recreation of the fallen man in and through Christ. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്ന സ്ഥിതി. സ്തോത്രം. പുനഃസൃഷ്ടിക്കുന്ന സ്ഥിതി. അതാണ് നമുക്ക് ഇനിയുള്ള സമയത്ത്, പ്രത്യേകിച്ച് 9, 10 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിനിടയിൽ ഒരു ലിങ്ക് എന്നതുപോലെ, കോർത്തിണക്കാനുള്ള ഒരു മാധ്യമം എന്നതുപോലെ നമുക്ക് 9-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വേഴ്സ് 9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. Man who was made with glory and honor, the man who lost the created glory and honor, and now comes a third aspect. A perfect man who is crowned with glory and honor. സ്തോത്രം. സൃഷ്ടിപ്പിൽ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായ മനുഷ്യൻ. 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. 8-ാം വാക്യത്തിൽ കണ്ടത് ആ മഹത്വവും തേജസ്സും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെയാണ്. എന്നാൽ ഇവിടെ ഇതാ 9-ാമത്തെ വാക്യത്തിൽ എ പെർഫെക്റ്റ് മാൻ, ഒരു സമ്പൂർണനായ മനുഷ്യൻ, ഒരു പൂർണ്ണ മനുഷ്യൻ. സ്തോത്രം. ഇപ്പോൾ അവനെ നമുക്ക് എങ്ങനെ കാണാം? തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി. ഇവിടെ മുതൽ നമ്മൾ യേശുക്രിസ്തുവിനെയാണ് കാണുന്നത്. സ്തോത്രം. 9-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ പിന്നെയും കാണാം. 1-ാം അധ്യായത്തിന്റെ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടു. 1 തൊട്ട് 4 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ചെറിയ സൂചന, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്ന ഒരു സൂചന. അതിനുശേഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ ഇവിടെ ഈ 9-ാം വാക്യം മുതൽക്കാണുള്ളത്. സ്തോത്രം. അവിടെ തുടങ്ങുന്നത് എങ്കിലും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തപ്പെട്ടവനായി, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായി, സകലത്തിനും അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം നിമിത്തം
ആ അധികാരനഷ്ടം സംഭവിച്ചവനായി എങ്കിലും, മനസ്സിലായോ? സ്തോത്രം. എങ്കിലും നമ്മൾ വായിച്ചു, ഇന്നലെ പഠിച്ചു, മർത്യനെ ദൈവം ഓർക്കുന്നു, മനുഷ്യപുത്രനെ, സ്തോത്രം, ദൈവം കടാക്ഷിക്കുന്നു, സന്ദർശിക്കുന്നു. ആ ഓർത്തതും സന്ദർശിച്ചതും ചരിത്രപരമായി വിശദീകരിക്കുകയാണ് 9-ാമത്തെ വാക്യം മുതൽ. How God was considerate of man, rather the fallen man. God remembers us, or God remembered man. Verse number 6 and 7. 6-7 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, മർത്യനെ നീ ഓർക്കുവാൻ, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കുവാൻ അവൻ എന്തുമാത്രം. In our own eyes we are nothing. നമ്മുടെ ദൃഷ്ടിയിൽ പോലും നമ്മൾ ഏതുമില്ല. സ്തോത്രം. അങ്ങനെ നമ്മൾ വീഴ്ച വന്നവരായി തീർന്നു. Thus we were fallen, come short of the glory of God. സ്തോത്രം. ദൈവത്തിൻ്റെ തേജസ്സോളം നമ്മൾ എത്തുന്നില്ല. കം ഷോർട്ട് ഓഫ്. സ്തോത്രം. അങ്ങനെ നമ്മൾ വീണുപോയി, തേജസ് നഷ്ടപ്പെട്ടു, കിരീടം മണ്ണിൽ അങ്ങ് ഉരുണ്ടുപോയി, സിംഹാസനം നഷ്ടപ്പെട്ടു, അധികാരഛേദം സംഭവിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം നമ്മളെ ഓർത്തു എന്ന്, ദൈവം നമ്മളെ സന്ദർശിച്ചു എന്ന്, ദൈവം നമ്മളെ കരുതുന്നു എന്ന്. അതെങ്ങനെയാണെന്നാണ് 9-ാമത്തെ വാക്യം. ദൈവം മർത്യനെ ഓർക്കുവാനും മനുഷ്യപുത്രനെ സന്ദർശിക്കുവാനും എന്ന് പറഞ്ഞത് യാതൊരു ഭൗതിക തലത്തിലും എടുക്കരുത്. സ്തോത്രം. അതിന് രോഗസൗഖ്യവുമായിട്ടോ പണവുമായിട്ടോ വീടും വണ്ടിയുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ദൈവം വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിന് ആമീൻ പറഞ്ഞ് സ്വീകരിച്ചോ, ഒരു വിരോധമില്ല. അല്ലാതെ ഈ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ അതിനെ മറ്റൊരു തരത്തിൽ കൂട്ടിമാട്ടിക്കളയരുത്. അവിടെ സങ്കീർത്തനം 8-ലും ഇവിടെ എബ്രായർ 2-5 തൊട്ട് വരെയും പറഞ്ഞിരിക്കുന്ന, വിശേഷിച്ച് 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മളെ ഓർക്കുന്ന, നമ്മളെ സന്ദർശിക്കുന്ന ആ ഭാഗം ഭൗതികവുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. ഭൗതിക തലവുമായിട്ട് അതിന് ബന്ധമില്ല. ആ ഓർമ്മയും സന്ദർശനവും എന്താണെന്ന് 9 തൊട്ടുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സ്തോത്രം. എന്താ ആ നമ്മളെ ദൈവം ഓർത്തതും, നമ്മളെ ഓർത്തതും നമ്മളെ സന്ദർശിച്ചതും അതിൻ്റെ അർത്ഥം എന്താ? The Creator himself came in the form of the fallen man. The Lord who was above the angels now took the form of man who was made a little lower than them.
ദൂതന്മാരെക്കാൾ അതിശ്രേഷ്ഠനായിരുന്ന സ്രഷ്ടാവായ കർത്താവ്. സ്തോത്രം. എല്ലാറ്റിലും ദൂതന്മാരെക്കാൾ അതിശ്രേഷ്ഠനായിരുന്നവൻ പാപത്തിൽ ആണ്ടുപോയ നമ്മെ ഓർക്കുകയും സന്ദർശിക്കുകയും ചെയ്തപ്പോൾ, സ്തോത്രം, എന്തായി, ആരായി മാറി? ആ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ മനുഷ്യനെ പോലെ നമ്മുടെ കർത്താവും ദൂതന്മാരെക്കാൾ അല്പം താണവനായി വെളിപ്പെട്ടു, അല്ലെങ്കിൽ ഇറങ്ങി വന്നു. സ്തോത്രം. രണ്ടാമത് യേശു എന്ത് ചെയ്തു? നമ്മെ ഓർത്തതും നമ്മെ സന്ദർശിച്ചതും എന്ത് ചെയ്തു? He tasted death for us all. നമുക്കെല്ലാവർക്കും വേണ്ടി മരണം യേശു ആസ്വദിച്ചു. സ്തോത്രം. മരണം ആസ്വദിച്ചു. He tasted death on our behalf. For our sake. നമുക്ക് വേണ്ടി, നമ്മുടെ പകരക്കാരനായി, സ്തോത്രം, നമ്മുടെ കർത്താവ് നിന്നുകൊണ്ട് മരണം ആസ്വദിച്ചു. നമ്മുടെ മരണം ഏറ്റെടുത്തു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ? കുഴപ്പമില്ലല്ലോ? സ്തോത്രം. ഓക്കെ. ഓക്കെ. മൂന്നാമത്, അപ്പോൾ മനുഷ്യനെ പോലെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി ജന്മമെടുക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടിയും നമുക്ക് പകരമായും മരണം ആസ്വദിക്കുകയും കൂടെ ചെയ്തു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും നമുക്ക് റിസൾട്ട്, ഫലം അറിയാൻ പറ്റില്ലായിരുന്നു. സ്തോത്രം. മൂന്നാമത്, ഇത് രണ്ടും ചെയ്തതുകൊണ്ട് മൂന്നാമത്, എ തേർഡ് ആസ്പെക്ട്, he regained the lost glory and honor on our behalf. സ്തോത്രം. നഷ്ടപ്പെട്ട തേജസ്സും ബഹുമാനവും തിരികെ പ്രാപിച്ചു. യേശുക്രിസ്തു നമുക്ക് പകരമായി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നഷ്ടപ്പെട്ട ബഹുമാനവും തേജസ്സും തിരികെ പ്രാപിച്ചു. റീഗെയിൻഡ് the lost glory and honor. ഒന്നും കൂടെ ഈ പശ്ചാത്തലത്തിൽ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ 3 കാര്യങ്ങളാണ് ഈ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി ലോകത്തിൽ പിറന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. അതുകൊണ്ട് ആ യേശുവിനെ, സ്തോത്രം, നാം എങ്ങനെ കാണുന്നു? മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. സ്തോത്രം.
സ്തോത്രം. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട്, സ്തോത്രം, 3 കാര്യങ്ങൾ. അതുകൊണ്ടും തീർന്നില്ല. 4-മതൊരു കാര്യം, because we see him clothed with or crowned with glory and honor in verse 9, there is another major achievement for you and me, the human beings, in verse number 10. 10-ാമത്തെ വാക്യത്തിലാണത്. മരണം ആസ്വദിച്ചവനായ, ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു, അത് നിമിത്തം നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? 10-ാമത്തെ വാക്യത്തിലുണ്ട്. 10-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനായ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയ പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സ്തോത്രം. നാലാമത്തെ കാര്യം അല്ലേ? സ്തോത്രം. വാട്ട് അച്ചീവ്മെന്റ് വി ഗോട്ട്. സ്തോത്രം. യേശുവിനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നെങ്കിൽ നമുക്കുണ്ടായ നേട്ടം എന്താ? വി ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഹിസ് ഗ്ലോറി ആൻഡ് ഓണർ. We can also participate in his glory and honor. യേശുക്രിസ്തുവിൻ്റെ തേജസ്സിലും മഹത്വത്തിലും നമുക്കും കൂടെ പങ്കാളിത്വം ലഭിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടതുകൊണ്ട് നമുക്കും തേജസ്കരിക്കപ്പെടാൻ, തേജസ് പ്രാപിക്കുവാനുള്ള സാധ്യതയാണ് തുറന്നു വച്ചിരിക്കുന്നത്. സ്തോത്രം. 5-മതൊരു കാര്യം അവിടെയുണ്ട്. The price he remitted. ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്ത മറുവില. സ്തോത്രം. എന്താണ്? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി, മെയ്ഡ് പെർഫെക്റ്റ് ഇൻ ആൻഡ് ത്രൂ അഫ്ലിക്ഷൻസ്, സഫറിങ്സ്. സ്തോത്രം. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. സ്തോത്രം. One more thing. Jesus is made the captain of our salvation. He is made captain of our salvation. Our captain. യേശുവിനെ രക്ഷാനായകനായി നാം കാണുന്നു. അവൻ രക്ഷാനായകനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. സ്തോത്രം.
അപ്പോൾ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ വീഴ്ച, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ചത്, പാപം അവനെ ആക്കി തീർത്തത്. എന്നാൽ അങ്ങനെ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. സ്തോത്രം. പകരം യേശുക്രിസ്തുവും മനുഷ്യനെ പോലെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി പിറന്നു. നമുക്കെല്ലാവർക്കും വേണ്ടിയും നമുക്ക് പകരമായും മരണം ആസ്വദിച്ചു. 3, അതുകൊണ്ട് ഈ യേശുവിനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. 4, നമ്മെയും തേജസ്സിലേക്ക് നടത്തുന്നു. യേശുക്രിസ്തു നമ്മെയും തേജസ്സിലേക്ക് നടത്തുന്നു. അടുത്തത്, നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മെ ഈ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് നമുക്കെല്ലാവർക്കും വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ യേശു തികഞ്ഞവനായി തീർന്നു. സ്തോത്രം. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. പ്രൈസ് ഗോഡ്. 6-ാമത്തേതല്ലേ, ഹി വാസ് മെയ്ഡ് ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷാനായകനായി യേശു വാഴിക്കപ്പെടുന്നു, ഉയർത്തപ്പെടുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. ഇപ്പൊ ദൈവം നമ്മെ സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തേജസ്സും ബഹുമാനവുമൊക്കെ അണിഞ്ഞവനായി. പക്ഷേ നാം അതെല്ലാം നഷ്ടപ്പെടുത്തി പാപനിമിത്തം. നാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദി മാതാവും പിതാവും എല്ലാം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് നാം 8-ാം വാക്യത്തിൽ വായിച്ചു, ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അതെ, പലതും നമുക്ക് വിധേയപ്പെട്ടിട്ടില്ലെന്ന്. നമ്മൾ തന്നെ പലതിനും അടിമകളാണ്. പക്ഷേ ആ അവസ്ഥയിൽ നമ്മളെ ഉപേക്ഷിക്കാൻ ദൈവം തയ്യാറല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവ്, സ്രഷ്ടാവായവൻ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ദൂതന്മാർ അവനെ കുമ്പിട്ട് ആരാധിക്കണം എന്ന് കൽപ്പന ലഭിച്ചിട്ടുള്ള ആ കർത്താവ് എന്ത് ചെയ്തു? ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ മനുഷ്യവേഷത്തിലായി. യേശുവിൻ്റെ മനുഷ്യധാരണത്തെ, ജഡധാരണത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു ജഡമെടുത്തു. സ്തോത്രം. യേശു ജഡമെടുത്തു. ജഡമെടുത്തപ്പോഴും നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ തന്നെ പാപജഡത്തോട് സാദൃശ്യമുള്ളവനായി തന്നെ ഇരിപ്പാൻ ആഗ്രഹിച്ചു. സ്തോത്രം. പാപ ജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി വന്നു. നമ്മൾ കണ്ടിരുന്നല്ലോ, the exaltation of Christ is the theme in chapter 1 verses from 4, whereas the
humility of Jesus is what is dealing with here in chapter 2, verses 5, especially from verse 9. സ്തോത്രം. മനസ്സിലായോ? യേശുക്രിസ്തു ദൈവസ്വരൂപം മാറ്റിവെച്ചിട്ട് നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ വന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്വരൂപം എന്തുവാ? ദൈവികം. അതെ, ദൈവത്വം. ദൈവമാണ് യേശു. എന്നാൽ ആ യേശുക്രിസ്തുവിന്റെ ആ ബീയിങ്, ആ മഹത്വത്തെ ഉരിഞ്ഞു വെച്ചു. ആ മഹത്വത്തോടെ അല്ല കർത്താവ് വന്നത്. ദൈവത്തിന് അത് പറ്റും. ദൈവത്തിന് അത് സാധിക്കും. നമുക്ക് പറ്റത്തില്ല. സ്തോത്രം. നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ആ മഹത്വമോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊന്ന് ധരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്. ഏത് സാധ്യമാ? സ്തോത്രം. ദൈവത്വം മാറ്റിവെച്ചില്ല, ദൈവത്വത്തിന്റെ മഹത്വത്തെ മാറ്റിവെച്ചു. തെറ്റായി പോലും നമ്മൾ അത് പറയരുത്. ദൈവത്വം ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ യേശു നമ്മൾ പറയുന്ന യേശു അല്ല. ദൈവത്വത്തിന്റെ മഹത്വമാണ് യേശു മാറ്റിവെച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ വായിക്കാം. 17-ാം അധ്യായം, യോഹന്നാൻ 17-ന്റെ 4-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്നെ പ്രവൃത്തി തികച്ചിരിക്കുന്നു. തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്നിട്ട് 5-ാം വാക്യം. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിന്റെ എന്നെ നിന്റെ അടുക്കൽ മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക്. ആ മഹത്വം അങ്ങോട്ട് ഊരി വെച്ചിട്ടാണ് യേശു കർത്താവ് മനുഷ്യത്വം ധരിച്ചുകൊണ്ട് വന്നത്. സ്തോത്രം. ദൈവത്വം ഉപേക്ഷിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ യേശു വെറും മനുഷ്യനായിരുന്നേനെ. യേശു വെറും മനുഷ്യനായിരുന്നില്ല, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അതുകൊണ്ട് യേശു തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ മാറ്റിവെച്ചിട്ട് മനുഷ്യത്വത്തെ സ്വീകരിച്ചു. മനുഷ്യത്വത്തിൻ്റെ എളിമത്വം, മനുഷ്യത്വത്തിൻ്റെ താഴ്ചയും താഴ്മയും, ബോത്ത് ഹ്യൂമിലിറ്റി ആൻഡ് ഹ്യൂമിലിയേഷൻ, Jesus set aside the glory of his deity and he put on the humility and humiliation of humanity. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണ് യേശു താണഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. അതാണ് 9-ാമത്തെ വാക്യത്തിലെ പ്രതിപാദനം. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ. അതിന് ദൈവകൃപയാണ്
ആധാരം അത് നമുക്ക് പിന്നീട് നോക്കാം. ദൈവകൃപയാൽ സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം, യേശുവിൻ്റെ ജഡധാരണം, സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അപ്പോൾ യേശുക്രിസ്തു ജഡമെടുത്തു, തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ അല്പസമയത്തേക്ക് മാറ്റിവെച്ചു. യേശുവൻ അതുവരെ ഇല്ലാതെ ഇരുന്ന മനുഷ്യ ശരീരം സ്വീകരിച്ചു. സ്തോത്രം. ദൈവത്തിനത് പറ്റൂ. മനുഷ്യർക്ക് സാധ്യമല്ല. അങ്ങനെ യേശു മനുഷ്യത്വം സ്വീകരിച്ച് ഭൂമിയിൽ വന്നു. എന്തിനാ വന്നത്? എന്തിനാ യേശു വന്നത്? തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ മാറ്റിവെച്ചിട്ട് മനുഷ്യത്വത്തിൻ്റെ താഴ്ചയും താഴ്മയും എടുത്തുകൊണ്ട്. എന്തിനാ യേശു വന്നേ? നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. ഓക്കെ, ശരിയാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഭാഷയിൽ വേണം. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ. നമുക്ക് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ഭാഗത്തെ ഭാഷ വേണം. അത് രണ്ടും പറഞ്ഞത് ശരിയാ. അവനോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി. നഷ്ടപ്പെട്ട തേജസ് തിരികെ പ്രാപിക്കും. തേജസ്സും ബഹുമാനവും അണിയിക്കുന്നതിന് വേണ്ടി. അണിയിക്കുന്നതിന് വേണ്ടി. അതിനും മുമ്പ്, അതിലേക്ക് പിന്നീട് വരുന്നുള്ളൂ. അതിനും മുമ്പ് അനുമൂലത്തെ രക്ഷിക്കാൻ വേണ്ടി. ഇവിടുത്തെ ഭാഷ നമ്മളിപ്പോ വായിക്കുന്ന ആ കഷ്ടാനുഭവങ്ങളാൽ ഒമ്പതാമത്തെ വാക്യം ഒന്നും കൂടെ നോക്കിക്കാട്ടെ. ടു ടേസ്റ്റ് ഡെത്ത്. സ്തോത്രം. നമുക്കെല്ലാവർക്കും വേണ്ടി അല്ലേ മരണം ആസ്വദിപ്പാൻ. എന്താണ് ഈ മരണം? മരണം ആസ്വദിച്ചവൻ. അതെ. എന്താണ് ഈ മരണം? പാപത്തിന്റെ ശമ്പളം. അതിനാണ് ഈ വാക്യങ്ങളെ ഒന്ന് കോർത്തിണക്കാനായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, അതിൻ്റെ 4 മഹത്വകരമായ അവസ്ഥകൾ നമ്മൾ 6ഉം 7ഉം 8ഉം വാക്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. 8ന്റെ ആദ്യ ഭാഗം. പക്ഷേ 8ന്റെ അവസാന ഭാഗം വന്നപ്പോൾ ആ അവസ്ഥകൾ നമുക്ക് നഷ്ടപ്പെട്ടു. അത് തിരികെ തരാനായിട്ടാണ് വന്നത്. നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാ. തേജസ് നമുക്ക് തിരികെ തരാൻ, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, അതെല്ലാം വേദപുസ്തകത്തിന്റെ പൊതുവായ ഭാഷയിൽ ശരിയാ. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, നമ്മൾ എടുക്കുന്ന ആ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ആ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് വേദപുസ്തക വ്യാഖ്യാനത്തിന്റെ രീതി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറഞ്ഞത് ശരിയാ. വേദപുസ്തകത്തിന്റെ പൊതുവായ ഉപദേശമാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരു ഭാഗം എടുത്ത് ചിന്തിക്കുമ്പോൾ ആ ഭാഗത്തിൽ നിന്ന് വേണം, അതേ ഭാഷ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി ദൈവത്തിന്റെ സകല പ്രവൃത്തികൾക്കും അധിപതിയായി നിയമിക്കപ്പെട്ട മനുഷ്യൻ പെട്ടെന്ന് ഇവയെല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായിത്തീരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പാപത്തിനും പിശാചിനും
മരണത്തിനും മരണഭീതിക്കും അടിമകളായിത്തീരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? Because of sin, we lost God's image and likeness in us. Okay? May not be completely, but almost. We lost it. നാം പൂർണ്ണമായും പാപത്തിൽ വീണു. അതുകൊണ്ടാണ് വേദചിന്തകന്മാർ ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ഡിപ്രാവിറ്റി. പൂർണ്ണമായും ദൈവത്തിൽ നിന്നും നമ്മൾ വീണുപോയി, അകന്നുപോയി. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ ഊരി അങ്ങോട്ട് വെച്ചിട്ട് മനുഷ്യത്വത്തെ ധരിച്ചു. മനുഷ്യത്വത്തിൻ്റെ സാദൃശ്യം ധരിച്ചിട്ട് എന്തിനാ? പാപത്തിൽ വീണുപോയ ദൈവ സ്വരൂപ സാദൃശ്യങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യനെ, സ്തോത്രം, വീണ്ടെടുക്കാൻ, ശരിയാ, തേജസ്സിലേക്ക് നടത്താൻ. അതെ, തേജസ്സും ബഹുമാനവും വീണ്ടും അവനെ അണിയിക്കാൻ. തീർച്ചയായും പിശാചിൽ നിന്നും പാപത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ. ശരിയാ. പക്ഷെ എങ്ങനെ? സ്തോത്രം. എങ്ങനെ? നമുക്കെല്ലാവർക്കും വേണ്ടി പാപത്തിൻ്റെ ശിക്ഷയായ മരണം, കഷ്ടാനുഭവങ്ങളും ആസ്വദിപ്പാൻ, അനുഭവിപ്പാൻ. ഈ രണ്ട് അനുഭവങ്ങളിലൂടെയാണ് യേശു നമ്മുടെ രക്ഷിതാവായി, വീണ്ടെടുപ്പുകാരനായി തീരുന്നത്. ഈ രണ്ട് സംഗതികൾ എങ്ങനെ? ഏതെല്ലാം ആ രണ്ട് സംഗതികൾ? പാപത്തിൻ്റെ ശിക്ഷയായ എന്തെല്ലാമാ? കഷ്ടാനുഭവങ്ങൾ ആസ്വദിച്ചു, അല്ലെങ്കിൽ തികഞ്ഞവനായി. രണ്ട്, മരണം, പാപത്തിൻ്റെ ശമ്പളമായ മരണം ആസ്വദിച്ചു. ഈ രണ്ട് സംഗതികളിലൂടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരികയും നമ്മെ ആക്കണമെന്ന്, നമ്മെ വാർത്തെടുക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ച അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതിനുവേണ്ടി യേശു എന്ത് ചെയ്തു? രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മൂന്നെന്ന് പറയാം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, സഹോദരന്മാരായ, 14 വാക്യം കൊണ്ട് വായിച്ചോളൂ, വേഴ്സ് 14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. കണ്ടോ? മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഒന്ന് ഇവിടെ കിടക്കുക. എന്തുവാ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അതാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, മനുഷ്യജന്മം. രണ്ട്, ആ ജഡത്തിൽ യേശു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി.
He was made perfect by afflictions or in suffering. 3 ക്ലൈമാക്സാണ്, ഉച്ചകോടിയാണ്. എന്തുവാ? അവൻ മരണം ആസ്വദിച്ചു. നമ്മെ, മർത്യനെ ഓർക്കുകയും മനുഷ്യപുത്രനെ സന്ദർശിക്കുകയും ചെയ്തതിൻ്റെ തെളിവാണ് നമുക്കിവിടെ. പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ യേശുക്രിസ്തു രക്ഷിക്കുന്ന വിധം, അതിനൊന്ന് മക്കൾ അഥവാ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുവും നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. 2, പാപത്തിൻ്റെ ശിക്ഷയായി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. അത് നമ്മൾ 8-ാമത്തെ അധ്യായത്തിലും കാണുന്നുണ്ട്. 3-മതായി കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചിങ്ങി പോരുക മാത്രമായിരുന്നില്ല. സ്തോത്രം. എന്ത് ചെയ്തു? മരണം ആസ്വദിച്ചു. മരണം ആസ്വദിച്ചു. സ്തോത്രം. നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തപ്പോൾ അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുന്നു. യേശുവിനുണ്ടായ പരിണിത ഫലം, യേശുവിനുണ്ടായ പ്രയോജനം, ഫലം. പ്രയോജനമെന്നും ഫലമെന്നും യേശുവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. സ്തോത്രം. എന്താ? ഹി വാസ് മെയ്ഡ് എ പെർഫെക്റ്റ് മാൻ. ഒരു പൂർണ്ണ മനുഷ്യനായി യേശുവിനെ നമുക്ക് കാണാം. തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി. സ്തോത്രം. പൂർണ്ണ മനുഷ്യൻ. പിന്നെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. 3, രക്ഷാനായകനായി നിയമിക്കപ്പെടുന്നു. He was called the captain of our salvation, the premier of our salvation, the pioneer of our salvation. സ്തോത്രം. യേശുക്രിസ്തുവിനുണ്ടായ 3 ഫലങ്ങളാണത്. നമുക്കുണ്ടായ ഫലമോ? സ്തോത്രം. നമുക്കുണ്ടായതാണ് നമ്മൾ പറഞ്ഞത്. സ്തോത്രം. എന്താ? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അപ്പോൾ നമുക്കും ദൈവ തേജസ്സിലേക്ക് പോകേണ്ടതിന്, അല്ലെങ്കിൽ തേജസ് പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിലൂടെ സാധ്യതയുണ്ട്. സ്തോത്രം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഇപ്പം നമ്മളെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. 2, 14-15 വാക്യങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്, മരണാധികാരിയായ പിശാചിനെ യേശുക്രിസ്തു നീക്കി. അതിനോടനുബന്ധിച്ച് 3-മത്തെ കാര്യം, മരണഭീതിയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. സ്തോത്രം. മരണഭീതിയിൽ നിന്ന്. മരിക്കുന്നതിനേക്കാൾ വലിയ കഷ്ടമാ മരണഭീതി. പഠിക്കുന്ന കാലത്തൊക്കെ
എന്തെങ്കിലുമൊക്കെ തെറ്റിന് വീട്ടിൽ നിന്ന് അടി കിട്ടും. അപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുക, ഇങ്ങ് വാടാ തരാം. ചിലപ്പോൾ വേറൊന്നുമല്ല, മാർക്ക് കുറഞ്ഞു പോയതിനാ. മാർക്ക് കുറഞ്ഞു പോയി, ചിലപ്പം ചിലതിനെ ജയിച്ചില്ലെന്ന് വരും. അപ്പോൾ ഈ പേപ്പറും ഈ പ്രോഗ്രസ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഭീകരാവസ്ഥയുണ്ട്. അപ്പം പപ്പ പറഞ്ഞു, ശരിയടാ തരാം, ഇപ്പം നീ എല്ലാം സ്കൂളിൽ പോകല്ലേ, പോട്ടുവാ. പേടിച്ചാ വരുന്നത്. ചിലപ്പം വന്നു കഴിയുമ്പം അപ്പനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ പോലും വയ്യ. 2 അടി ഇങ്ങ് കിട്ടിയായിരുന്നെങ്കിൽ അങ്ങ് പെയ്ത് തീർന്നേനെ മേഘം. പക്ഷെ ഇതിങ്ങനെ മേഘം ഉരുണ്ടുകൂടി ഇങ്ങനെ നിൽക്കുക. ഒന്ന് മാറി കിട്ടിയാൽ സംഗതി തീരും. ഇപ്പൊ 2 അടി കിട്ടുന്നതിനേക്കാൾ ഭയാനകമാണ് മരണഭീതിയിൽ കഴിയുക എന്നുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് ഒന്ന് തേജസ് ലഭിക്കുന്നു, രണ്ടാമത് മരണഭീതിയിൽ നിന്ന് നാം വിമോചിതരാകുന്നു, മരണഭയം മാറുന്നു. സ്തോത്രം. ഈ പ്രയോജനങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ മൂന്നായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിയത് മനസ്സിലായി കാണുമല്ലോ. ക്രിസ്തു എന്ത് ചെയ്തു, ക്രിസ്തുവിന് എന്ത് പ്രയോജനമുണ്ടായി, അല്ലെങ്കിൽ ക്രിസ്തുവിന് അതുകൊണ്ട് കർത്താവ് എന്ത് നേടി, നമുക്കുള്ള സാധ്യതകൾ. ഈ 3 കാര്യങ്ങളാണ് ആ ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ യേശു നമ്മുടെ പാപത്തിൻ്റെ ഫലം ഏറ്റെടുത്തു. അതാണ് ഈ ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. ഒന്നുമില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുക്കാൻ, നമ്മിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷകളെ മുഴുവനും മാറ്റിയിട്ട്, സ്തോത്രം, ആയിരിക്കുന്ന തേജസ്സിലേക്ക് നമ്മെ നടത്തുവാൻ, നമ്മളായിരുന്ന താണയിടത്തേക്ക് ഇറങ്ങി വന്ന കർത്താവിൻ്റെ ആ സ്നേഹം, സ്തോത്രം, താനിരിക്കുന്ന ഉന്നതികളിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ, നമ്മളായിരിക്കുന്ന താഴ്ന്ന ഇടത്തിലേക്ക് ഇറങ്ങി വന്ന ആ സ്നേഹം നമുക്കത് ഓർക്കാം. നമ്മൾ വെളിപ്പെടുവാനുള്ള ആ തേജസ്സിനെ ഓർത്തുകൊണ്ട്, സ്തോത്രം, പ്രത്യാശയോടെ നമ്മുടെ ജീവിതകാലം കഴിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.